രചന ഗംഗോത്രി. ഭാഗം 39. കാർത്തിയുടെ തല ലാപ്ടോപ്പിലാണ് ഇടിച്ചത്. അവൻ ഒരു പുഞ്ചിരിയോടെ ഫോൺ കയ്യിലെടുത്തു. ഗംഗയെ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കാർത്തി വിഷ്ണുവിനെ വിളിച്ചു നോക്കി. ഇതെന്താ രണ്ടുപേരും എടുക്കാത്തെ? കാർത്തി പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓണാക്കി ദൃശ്യങ്ങൾ നോക്കി. അവന്റെ കണ്ണുകൾ തുറച്ചു വന്നു. തന്റെ ഗംഗ ഏതോ ട്രാപ്പിൽ കുടുങ്ങി. അവൻ ശ്രദ്ധാപൂർവം ഓരോ ഭാഗങ്ങളും നിരീക്ഷിച്ചു. ഏതോ ഒരു കെട്ടിടമാണ് കാണിക്കുന്നത്. കൂടെ ഉള്ളവന്റെ മുഖം കാർത്തി വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ഇവൻ ജാവേദ് അല്ലേ? അപ്പോ ഇവനാണ് ഗംഗയെ. വിഷ്ണു എവിടായിരിക്കും? കാർത്തി പെട്ടെന്ന് രാജുവിനെ വിളിച്ചു. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കാർത്തി ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ സൂം ചെയ്തു നോക്കി. പിന്നീട് അവൻ തമ്പിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാർത്തിക്ക് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. വീഴാതെ അവൻ ജനൽ കമ്പികളിൽ മുറുക്കെ പിടിച്ചു. ജാവേദിന്റെ കൈകളിൽ കിടന്ന് ഗംഗ കുതറുന്നുണ്ടായിരുന്നു. ജാവേദ് അവളെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. പഴയ ഒരു കെട്ടിടമായിരുന്നു അത്. മനസ്സിന് ഭാരമേറി വരുന്നു. താൻ നിസ്സഹായിയായ ആ ബാലികയായി മാറുകയാണെന്ന് അവൾക്ക് തോന്നി. തന്റെ മരണം വരെ ആ ഓർമ്മകൾ കൊല്ലാതെ കൊല്ലും. ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥയിൽ. ജാവേദ് അവളെ മുകളിലത്തെ നിലയിലെ ബെഡിൽ കിടത്തി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. നിനക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എനിക്കറിയാം. പേടിക്കണ്ട. നിനക്ക് സംസാരിക്കാൻ ഞാൻ അവസരം തരാം. അവൻ പെട്ടെന്ന് ആ പ്ലാസ്റ്റർ വലിച്ചൂരി. ഗംഗ ദേഷ്യം കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഒരാണാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തന്റെ ഇടമുള്ള ഒരുവൻ ഇതുപോലെ പെണ്ണുങ്ങളെ കെട്ടിയിട്ട് ഉപദ്രവിക്കില്ല. നീ ഒരു ഭീരുവാണ് ജാവേദ്. നിങ്ങൾ തെറ്റ് ചെയ്തത് ഈ ഗംഗോത്രിയോടാണ്. ജാവേദ്, നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഒരിക്കലും. ഗംഗ വീറോടെ പറഞ്ഞു. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല ബേബി. ഇത് എന്റെ കോട്ടയാണ്. നിന്റെ ആളുകൾ ഈ അതിരിലേക്ക് പോലും കടക്കില്ല. ഇവിടെ ഞാൻ രാജാവാണ്. ഇതെന്റെ നാട്, എന്റെ പ്രജകൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിലായിരുന്നു. അവിടെ വെച്ച് നിന്നെ കാണണമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. ആ നീലിയറ രാമചന്ദ്രൻ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അവന് ചില സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പോയതാ. 2 ദിവസത്തേക്കാ ഇങ്ങോട്ട് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലായോ? എന്റെ ബേബിയെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണെന്ന്. ഒരു ലോറിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ താഴെ ചെവിവട്ടം പിടിച്ചു. നീ ശ്രദ്ധിച്ചു കേട്ടോ? അത് ലോറിയുടെ ശബ്ദം തന്നെയാ. പക്ഷേ എന്റെ ആളുകളാണ്. ഇതിന്റെ പിന്നിൽ കഞ്ചാവ് കൃഷിയുണ്ട്. അങ്ങോട്ട് വന്ന തൊഴിലാളികളാ. വേറെ രണ്ടുപേർ ഇവിടെ കാവലിന് വന്ന തൊഴിലാളികളും. ചേട്ടൻ അത്യാവശ്യമായ ഒരു ജോലിയുണ്ട്. നിന്നെ എനിക്ക് ഈ കോലത്തിലല്ല വേണ്ടത്. നന്നായി അണിഞ്ഞൊരുങ്ങി സാരിയൊക്കെ ഉടുത്ത് ഒരു കേരള പെൺകുടിയായി വേണം. നമ്മുടെ ശാന്തി മുഹൂർത്തം എന്നാണെന്ന് കറുത്തമ്മ പറയും. ഇങ്ങോട്ട് വരുന്നുണ്ട്. കറുത്തമ്മ പറയുന്നതൊക്കെ അനുസരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ജാവേദ് പറഞ്ഞു. അപ്പോഴേക്കും രണ്ടുപേർ അങ്ങോട്ട് വന്നു. കൂട്ടത്തിൽ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ജാവേദ് അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് താഴേക്ക് പോയി. അവൾക്ക് കൈയും കാലുമൊക്കെ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. തമ്പിയുടെ ആളുകൾ കാർത്തി വിളിച്ചതനുസരിച്ച് ഹോട്ടലിലേക്ക് വന്നു. അവർ പറഞ്ഞ വിവരങ്ങൾ കേട്ട് കാർത്തി ഞെട്ടി. രാജുവാണ് വിഷ്ണുവിനെ ഉപദ്രവിച്ചത്. അപ്പോൾ അവൻ ചതിക്കുകയായിരുന്നു. അവൻ വിഷ്ണുവിന്റെ തലക്കടിച്ച് ബോധം കെടുത്തി. അതിനുശേഷമാണ് ഗംഗയുമായി പോയത്. കർത്തമ്മയുടെ ആളുകൾ വണ്ടി വളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമ്പിയുടെ ആളുകൾക്ക് അങ്ങോട്ട് അടുക്കാൻ സാധിച്ചില്ല. വിഷ്ണുവിനെ അവർ വണ്ടിയിലേക്ക് എടുത്തുകൊണ്ട് വന്നു. ബോധം വന്നപ്പോൾ വിഷ്ണു അവർ പറഞ്ഞത് കേൾക്കാതെ ഗംഗയെ അന്വേഷിച്ചു പോയി. മിക്കവാറും ഗംഗമാടം തനിച്ചാകുമ്പോൾ ക്യാമറയിലൂടെ എന്തെങ്കിലും പറയുമായിരിക്കും. അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ. നമുക്ക് ഒരു ഡ്രോൺ ഉപയോഗിച്ച് സ്ഥലം കണ്ടുപിടിക്കാം. സാർ ടെൻഷൻ ആവണ്ട. ഞങ്ങൾ കണ്ടുപിടിക്കും. നമുക്കിവിടെ സഹായിക്കാൻ ആളുകളുണ്ട്, അവർ പറഞ്ഞു. വിഷ്ണു ലോറിയുടെ അടിയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. നന്നായി ശ്വാസം മുട്ടുന്നുണ്ട്. വായ ഉണങ്ങി വരണ്ടിരിക്കുന്നു. ശരീരം തളരുന്നുണ്ട്. തന്റെ സഹോദരിയെ രക്ഷിക്കാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ താനൊരു പട്ടാളക്കാരനാണോ? ലോറി പാലത്തിലേക്ക് കയറിയപ്പോൾ വിഷ്ണു ഒന്നുകൂടി കൈ മുറുക്കെ പിടിച്ചു. കൈയൊന്നയഞ്ഞാൽ വെള്ളത്തിലേക്കാണ്. ശബ്ദം കൊണ്ട് പാലം കഴിഞ്ഞുവെന്ന് മനസ്സിലായപ്പോൾ അവൻ മെല്ലെ മുമ്പിലേക്ക് നോക്കി.
വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. ക്യാമറയിലെ ദൃശ്യങ്ങൾ മൊബൈലിൽ കണ്ടപ്പോൾ വഴി മനസ്സിലായി. ഗേറ്റിന്റെ മുമ്പിലെത്തിയത് വളരെ പാടുപെട്ടാണ്. കല്ലുകൾക്കിടയിലൂടെ ഉരുണ്ടു നീങ്ങിയും ഗേറ്റിന്റെ മതിലിന്റെ അടിയിലെത്തി. ഒടുവിൽ ഗേറ്റിൽ ലോറി നിർത്തിയപ്പോൾ ആരും കാണാതെ അതിന്റെ അടിയിലേക്ക് നിരങ്ങി കയറുകയായിരുന്നു. ദൈവം തുണച്ചു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ പിടിക്കപ്പെടുമായിരുന്നു. ഫോൺ ആദ്യം തന്നെ സൈലന്റിലാക്കി. വിഷ്ണുവിന്റെ പുറത്തുനിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഒരു കെട്ടിടത്തിന് മുമ്പിലേക്കാണ് ലോറി വന്നു നിന്നത്. അവൻ പെട്ടെന്ന് ലോറിയുടെ അടിയിലൂടെ ഒളിഞ്ഞു നോക്കി. ലോറിയിൽ നിന്ന് കുറച്ച് ജോലിക്കാർ പുറത്തേക്കിറങ്ങി. അതിൽ ബംഗാളികളും തമിഴന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്നുള്ള ജോലിക്കാരുണ്ട്. ആർക്കും തമ്മിൽ പരിചയമുണ്ടാവാൻ സാധ്യതയില്ല. ഒരാൾ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയാൾ ജോലിക്കാരെ പിന്നിലുള്ള വഴിയിലൂടെ പറഞ്ഞു വിടുന്നുണ്ട്. വിജനമായ ഒരു പ്രദേശമായിരുന്നു അത്. അവിടെ സി ക്യാമറ ഉണ്ടാവാൻ വഴിയില്ല എന്ന് വിഷ്ണുവിന് തോന്നി. വിഷ്ണു വേഗം ആ ജോലിക്കാരുടെ കൂട്ടത്തിൽ ചെന്ന് ചേർന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്നവർ 5 പേർ ഇടതുവശത്തേക്കും ബാക്കിയുള്ളവർ വലതുവശത്തേക്കുമാണ് പോയത്. വിഷ്ണു കൂടുതലുണ്ടായിരുന്ന ജോലിക്കാരുടെ കൂടെയാണ് കയറിയത്. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വിഷ്ണുവിനെ തുറിച്ചു നോക്കി. തുടരും.